അടുത്ത തല്ലുണ്ടായത് ആലുവയിലാണ്. 16-കാരനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്ത യുവാവിനാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. ജോജി എന്ന യുവാവിനെ ആലുവ എടത്തലയിലെ ബാറിന് പരിസരത്ത് വെച്ച് ഇടിവള കൊണ്ടും ബിയർ കുപ്പി കൊണ്ടും മർദ്ദിച്ചു എന്നാണ് പരാതിയുള്ളത്. ജോജിയുടെ പരാതിയിൽ 12 പേർക്കെതിരെ എടത്തല പോലീസ് കേസെടുത്തിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യവും പുറത്തുവന്നു. കഴിഞ്ഞ 10-ാം തീയതി രാത്രി 9:30 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലുവ എടത്തല ചുണങ്ങംവേലിയിലെ ബാറിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് ഇത് നടക്കുന്നത്. ഒരു 16-കാരൻ പയ്യനെ ഒരു സംഘം കയ്യേറ്റം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മർദ്ദിക്കുന്നതും ഈ ജോജി എന്ന് പറയുന്ന യുവാവ് കാണുകയാണ്. അങ്ങനെ ജോജി ഇത് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം നിമിത്തമാണ് ഈ സംഘം ജോജിക്ക് നേരെ തിരിയുകയും ജോജിയെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ജോജിക്ക് ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. അതായത് മുഖത്തടിക്കുന്നു, കരണത്തടിക്കുന്നു, അതോടൊപ്പം തന്നെ ദേഹമാസകലം മർദ്ദിക്കുന്നുണ്ട്. കൂടാതെ ഇടിവള ഉപയോഗിച്ച് അടിക്കുന്നുണ്ട്, ബിയർ കുപ്പി ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുന്നുമുണ്ട്. അങ്ങനെ ആകെ അവശനാകുകയാണ് ഈ യുവാവ്. സംഭവത്തിൽ എടത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഏകദേശം 13ഓളം പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നതാണ് എടത്തല പോലീസ് സംഘം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ BNS പ്രകാരം 110, 115, 118 അതായത് വധശ്രമം, ഉപദ്രവിക്കൽ, ആയുധം ഉപയോഗിച്ചുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് പോലീസ് പറയുന്നത് ഈ 16-കാരൻ പയ്യനും അച്ഛനും അതോടൊപ്പം തന്നെ ഈ 12ഓളം പേരടങ്ങുന്ന സംഘവും ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ ദിവസം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഇവർ തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മുൻവൈരാഗ്യങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ജോജി കാണുകയും ആ ജോജി പയ്യനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നതാണ് എടത്തല പോലീസ് സംഘം അറിയിക്കുന്നത്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.